നമസ്കാരം. ഞാൻ ഡോക്ടർ ഉണ്ണികൃഷ്ണനാണ്. SUT പട്ടം ഹോസ്പിറ്റലിലെ വാസ്കുലർ എൻഡോവാസ്കുലർ സർജറി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മേധാവിയാണ്. ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ കാലിലേക്കുള്ള രക്തഓട്ടം, ശുദ്ധരക്തഓട്ടം കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്കുണ്ടാകാവുന്ന ബുദ്ധിമുട്ടുകളെ പറ്റിയാണ്. തുടക്കത്തിൽ ഞാൻ പറയട്ടെ, 60 വയസ്സ് അല്ലെങ്കിൽ 65 വയസ്സ് മീതെയുള്ള കൂടുതലും ആണുങ്ങൾക്ക് ശുദ്ധരക്തധമനികളിലുള്ള കൊഴുപ്പിൻ്റെ അംശം വന്ന് തടസ്സമുണ്ടാക്കുന്നു. അതുകൊണ്ട് സാധാരണ ഏറ്റവും കൂടുതലായി അതൊരു 3 സ്ഥലങ്ങളിലേക്കാണ് അത് കൂടുതൽ കാണുന്നത്. അത് ഒരേ സീരിയസ്നെസ്സോട് വന്നില്ലെങ്കിലും പല ഗ്രേഡിങ്ങിൽ വരും. ഒന്ന്, സ്ട്രോക്ക് വരാനുള്ളത്. ലോകത്ത് തന്നെ രണ്ടാമത്തെ കാരണമാണ് ഈ പക്ഷാഘാതം മൂലം മരണം സംഭവിക്കുകയോ അല്ലെങ്കിൽ കൈകാലുകൾ ചലിക്കാൻ പറ്റാത്ത അവസ്ഥയിലോ സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ജീവിക്കേണ്ടി വരാമെന്നത്. രണ്ടാമത്തെ, ആദ്യത്തെ കാരണം മരണത്തിനും കൂടുതൽ ഹാർട്ട് ഫെയിലിയർ അങ്ങനെയുള്ളത് ഹൃദയത്തിലേക്കുള്ള ശുദ്ധരക്തധമനിയിലെ കൊഴുപ്പിൻ്റെ അംശം വന്ന് അത് രക്തോട്ടം തടസ്സം വന്ന് ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത്. മൂന്നാമത്തെ ഈ ഗ്രൂപ്പിൽപ്പെട്ടതാണ് കാലിലേക്കുള്ള രക്തക്കുഴൽ. അതായത് ഈ 2 കാലിലേക്കുള്ള രക്തക്കുഴൽ തൊട്ട് മുട്ടിന് മീതെയുള്ള പാദം വരെയുള്ള രക്തക്കുഴലുകളിലേക്ക് കൊഴുപ്പിൻ്റെ അംശം വന്ന് വിഷമമുണ്ടാകുന്നത്. പിന്നെ ഞാൻ കൂടുതൽ പ്രതിപാദിക്കുന്നത് കാലിലേക്കുള്ള രക്തോട്ടത്തിനെ പറ്റിയാണ്. കാലിലേക്കുള്ള രക്തോട്ടം തുടക്കത്തിൽ നമുക്ക് കാര്യമായി മനസ്സിലാവില്ല. എന്തെന്നാൽ നമുക്ക് ഒരു 2-3 കിലോമീറ്റർ ദിവസവും നടക്കുന്ന ഒരാൾക്ക് കാലക്രമേണ അല്ലെങ്കിൽ 1-2 ആഴ്ചക്കുള്ളിൽ നമുക്കൊരു 1 ഫർലോങ് 2 ഫർലോങ് നടക്കുമ്പോൾ ആ കാലിൻ്റെ അവിടെ മസിൽ പിടുത്തം ഉണ്ടാവുക. ഈ നീ ജോയിൻ്റ്, മുട്ടിൻ്റെ ജോയിൻ്റ് താഴെയുള്ള ആ മസിലാണ് ആദ്യമായി തുടങ്ങുക. അല്ലെങ്കിൽ തുടഭാഗത്തെ മസിലും ആവാം. അങ്ങനെ തുടങ്ങുമ്പോൾ നമ്മൾ ആദ്യം വിചാരിക്കും അത് വാദത്തിൻ്റെയാണ്. നമ്മൾ കൂടുതൽ പ്രായം ചെന്ന ആൾക്ക് അതാണല്ലോ സാധാരണ നമ്മൾ പറയാറ്. അങ്ങനെയുള്ള അവസ്ഥ വരും. പിന്നെ ഇത് തുടർച്ചയായി നമുക്ക് ആ 1-2 ഫർലോങ് ആണ് 2 ഫർലോങ് നടക്കുമ്പോൾ ഈ മസിൽ ക്രാംസ് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ആ അവസ്ഥയിൽ ഒരു ഡോക്ടറെ കാണിക്കേണ്ടതാണ്. എന്തെന്നാൽ ഇത് ഈ കൊളസ്ട്രോൾ വന്ന് തടസ്സമുണ്ടായി ഒരു 50-60% മാത്രം തടസ്സമുള്ളപ്പോഴാണ് ഈ 1/2 കിലോമീറ്റർ 2 ഫർലോങ് നടക്കുമ്പോൾ നമുക്ക് മസിൽ ക്രാംസ് ഉണ്ടാകുന്നത്. ഇതിന് നമ്മൾ ശ്രദ്ധിക്കാതിരുന്നാൽ കാലക്രമേണ നമുക്ക് നടക്കാൻ പറ്റുന്ന ദൂരം കുറയും. ഇതിൻ്റെ പേരാണ് ക്ലോഡിക്കേഷൻ എന്ന് പറയും, ഈ മസിൽ പെയിൻ്റെ ക്രാംസ് വരുന്നത്. ഇതും നമ്മൾ തീരെ ശ്രദ്ധിക്കാതെ നടക്കുന്നത് കുറവും കൂടുതൽ വ്യായാമമൊന്നും ചെയ്യാതെ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ആ തടസ്സം കൂടി നമുക്ക് വെറുതെ ഇരിക്കുമ്പോൾ തന്നെ കാലിൽ വേദന വരാം, അല്ലെങ്കിൽ കാലിൻ്റെ വിരലുകളിൽ കറുപ്പ് നിറം വരാം, അല്ലെങ്കിൽ ഒരു കാരണമില്ലാതെ കാലിൽ മുറിവ് വരാം, ടിഷ്യൂ ലോസ് എന്ന് പറയും. ഇങ്ങനെയെല്ലാം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അർജൻറ്റായിട്ട് ആദ്യം ഒരു MD ഫിസിഷ്യനെ ആണെങ്കിൽ MD ഫിസിഷ്യനെ കാണിക്കുക, അല്ലെങ്കിൽ പറ്റുമെങ്കിൽ വാസ്കുലർ സർജറിയിൽ തന്നെ കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ പരിശോധനയും അത് എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത് മനസ്സിലാക്കാം. പിന്നെ ഒരു ഡോപ്ലർ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എവിടെയാണ് തടസ്സമെന്ന് മനസ്സിലാക്കാം. ഈ അവസ്ഥ വളരെ ഗൗരവമായി പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് കോൺട്രാസ്റ്റ് CT എക്സാമിനേഷൻ, CT സ്കാൻ, അതായത് നമുക്ക് ആ രക്തക്കുഴലിനെ ഡെലിനേറ്റ് അത് കാണാനായിട്ടുള്ള ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എവിടെയാണ് ബ്ലോക്ക് എന്നറിയാം. അതിനായി മരുന്ന് കൊണ്ടുള്ള ചികിത്സയുണ്ട്. വാസ്കുലർ മെഡിക്കേഷൻസ് പറയും. കൂടുതലായിട്ടും ബ്ലഡ് തിന്നർ, എക്കോസ്പ്രിൻ, പിന്നെ ഈ കൊഴുപ്പിൻ്റെ അംശം കുറയാനായിട്ട് സ്റ്റാറ്റിൻസ്. അതുകൂടാതെ BP ഉണ്ടെങ്കിൽ BP കുറയ്ക്കാൻ, പ്രമേഹം ഉണ്ടെങ്കിൽ അതിൻ്റെ കൺട്രോളിന്, പുകവലിക്കാർക്ക് പുകവലി നിർത്താനുള്ളത്. ഈ മരുന്നുകളൊക്കെ തുടർച്ച ആ ക്ലോഡിക്കേഷൻ എന്ന് പറഞ്ഞ് നടക്കുമ്പോൾ ക്രാംസ് വരുന്ന ആ സ്റ്റേജിൽ അത് വളരെ ഉപകാരപ്രദമാണ്. പക്ഷേ കാലിലേക്ക് കറുപ്പ് നിറം വരികയോ വെറുതെ ഇരിക്കുമ്പോൾ വേദന വരികയോ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ സ്കാനിൽ കൂടുതൽ തടസ്സമുണ്ടെങ്കിൽ അത് നമ്മൾ കീഹോൾ സർജറി ചെയ്ത് ആ തടസ്സം മാറ്റും. അത് പറ്റുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ കീഹോൾ സർജറി ചെയ്തും രക്തോട്ടം പുനഃസ്ഥാപിക്കാൻ പറ്റിയില്ലെങ്കിൽ തുറന്ന ശസ്ത്രക്രിയ, ബൈപ്പാസ് കാലിലേക്ക് ചെയ്യാം. ഇതൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരികയാണെങ്കിൽ നമുക്ക് മെഡിസിൻസ് ഉണ്ട്. പ്രോസ്റ്റാഗ്ലാൻഡിൻ, സ്റ്റെം സെൽ തെറപ്പി ഉണ്ട്. അതെല്ലാം നമുക്ക് ഉപകാരപ്രദമായത് വന്നാൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ കാലിൽ രക്തോട്ടം തീർത്ത് നിലച്ചാൽ നമുക്ക് കാല് തന്നെ നഷ്ടപ്പെടേണ്ട ഒരവസ്ഥ വരുന്നതാണ്. അതുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും 2 കാലുകളും വേണം.
ഇന്നത്തെ കാലത്ത് മനുഷ്യജീവനിൽ നമുക്ക് ഒരു സ്ഥലത്തെത്താൻ നമുക്ക് അവിടെ പ്രസൻ്റ് ആവാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ നമ്മുടെ ജീവിതം തന്നെ ക്വാളിറ്റി ഓഫ് ലൈഫ് തീരെ മോശമാവും. അതുകൊണ്ട് ഒരു കിലോമീറ്റർ നടക്കാൻ പറ്റുക, ഒരു ഫ്ലോർ കയറാൻ പറ്റുക, പിന്നെ ഇങ്ങനെയെല്ലാം ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ആരോഗ്യസ്ഥിതി മോശമല്ല. ഇതിൽ കുറവ് വന്നാൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കാണിക്കണം. പറ്റുമെങ്കിൽ വാസ്കുലർ സർജനെ കാണിക്കണം. കാലിലേക്കുള്ള രക്തോട്ടം പുനഃസ്ഥാപിക്കുകയും നമുക്ക് 2 കാലിലും സുഖമായി നടക്കാൻ പറ്റുന്ന ഒരവസ്ഥ ഉണ്ടാക്കുവാനുള്ളത്. നന്ദി, നമസ്കാരം.